ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ടുള്ള ഒരു റോസാപ്പൂ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു പേപ്പർ വേണം കേട്ടോ. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് പേപ്പറാണ്. ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ കളർ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. റെഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടെ പ്രത്യേകം നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, എല്ലാം ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം ഒന്ന് മടക്കി, എത്രത്തോളം മടക്കാൻ പറ്റുന്നോ അത്രത്തോളം മടക്കുക. ഏകദേശം ഒരുപാട് മടക്കണ്ട, ഇതുപോലത്തെ ഒരു ടൈപ്പ് നമ്മൾ മടക്കി എടുക്കുക ആദ്യം. അപ്പോൾ ഇതുപോലൊരു ടൈപ്പ് ആയതിനു ശേഷം നമ്മൾ ഒരു അടപ്പെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നെയിൽ പോളിഷിൻ്റെ ആ ഒരു ടിഷ്യൂ ഇല്ലേ, അതിൻ്റെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കാമെന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വട്ടം കിട്ടിയാൽ മതി, വട്ടം സർക്കിൾ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മര്യാദയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യും. ഞാൻ വലിയ ഭംഗിയിലൊന്നും കട്ട് ചെയ്തില്ല. ഇതുപോലെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കറക്റ്റ് സർക്കിൾ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതുപോലെ ഒട്ടിയൊക്കെ വരും. ഒട്ടിയതല്ല, നമ്മൾ അവിടെ ഭാഗം കട്ട് ചെയ്യാത്ത അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിനുള്ള ആവശ്യമുള്ളൂ അത്. അപ്പോൾ എല്ലാം അതിൻ്റെ നല്ല കട്ടി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വേറെ ഒരെണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ, ഇങ്ങനെ കൈ കൊണ്ട് ഉരച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മളിതുപോലെ എടുക്കട്ടെ. ഒരു പേപ്പറിൽ തന്നെ കുറേ കിട്ടും. ഒരു പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു ടിന്നെടുക്കുക. ടിന്നെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഓരോന്നും ഇതുപോലെ വിധം ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തികഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പേപ്പർ തന്നെ ഉള്ളൂ കേട്ടത്. എന്നിട്ട് ഇതും നമ്മൾ നേരത്തെ ഒട്ടിച്ച സെയിം ടൈപ്പിൽ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഏകദേശം കിട്ടിയതിന് ശേഷം പതിയെ ഒന്ന് അടർത്തി എടുക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ എൻ്റെ ഇതിൽ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് വലിയ രസമായില്ല. അത് കൈ കൊണ്ടൊക്കെ ഒന്ന് നിവർത്തി കഴിയുമ്പോൾ ഏകദേശം അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, എന്നാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. റോസാപ്പൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരു ആകാംക്ഷ കൊണ്ടാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ കളർ പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും ബൈ.